ഇത്തരം സിനിമകൾ ഇനി ഇറങ്ങുമ്പോൾ വളരെ സൂക്ഷിക്കേണ്ടതാണല്ലേ? അല്ല, തീർച്ചയായിട്ടും അത് വേണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്കൊരു എന്താ പറയുക, ഒരു എക്സാമ്പിളൂടെയാണ് എമ്പുരാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കഥ പറയുന്ന, ഒരു പ്ലോട്ട് പറയുന്ന, ഒരു കഥാകൃത്തം എന്ന് പറയുമ്പോൾ നമ്മളത് സ്ക്രീനിലേക്ക് കൊണ്ടുവരാനായിട്ടാണ്. നമ്മൾ നല്ല കഥയാണ്, ആളുകൾക്ക് അത് റിലേറ്റ് ആവും, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് തോന്നുമ്പോഴാണ് എല്ലാ സിനിമകളും കേട്ടോ ഞാൻ പറയുന്നത്. ഇപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പം മുരളി ഗോപി തന്നെ പറഞ്ഞിട്ടുണ്ട്, പുള്ളി പല സിനിമകളും അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് ഈ അടുത്ത കാലത്ത് എന്ന് പറയുന്നൊരു പടവും പിന്നെ ലൂസിഫറും എമ്പുരാനുമാണ് വളരെയധികം കൊമേഴ്ഷ്യലി ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആയത് എന്ന് പറയുന്നു. അല്ലാതെ അദ്ദേഹം ഇതുപോലെ തന്നെ എഫേർട്ട് എടുത്ത സിനിമകൾ ചെയ്തിട്ടുണ്ട്, അത് വേണ്ടത്ര വിജയം ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു. അപ്പം ഇതെല്ലാം ഒരു അറ്റംപ്റ്റാണ്. അപ്പം ആ അറ്റംപ്റ്റ് സക്സസ് ആവുക ഫെയിലിയർ ആവുക എന്ന് പറയുന്നത് ഓരോരുത്തരുടെ വിധിയാണ്. ആ ഭാഗ്യവും കൂടെ വേണം. ഇപ്പം ഇത്രയും വലിയൊരു സക്സസ് കിട്ടുക എന്ന് പറയുമ്പോൾ ആ ഒരു നിർമ്മാതാവിൻ്റെ ആ ടീമിലുള്ളവരുടെ എല്ലാം അപ്പോൾ ഞാനാണ് ഈ സിനിമ ക്യാമറ ചെയ്തത് എന്ന് പറയാനായിട്ട് പറ്റുന്ന വിധത്തിലുള്ള സിനിമ ആയി മാറണം. അതൊരു സക്സസ് ആയിട്ടുള്ള സിനിമയാണെങ്കിലാണ് അത് പറയാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അറിയുള്ളൂ. ഉറപ്പായിട്ടും ആരും അറിയാത്ത ഒരു സിനിമയുടെ പാർട്ടാർന്ന് ഞാനാണ് ആ സിനിമയുടെ ക്യാമറ ചെയ്തത്, അല്ലെങ്കിൽ ഞാനായിരുന്നു ആ സിനിമയുടെ എഡിറ്റ് ചെയ്തതെന്നൊന്നും പറയുന്നതിൽ കാര്യമില്ലല്ലോ, അല്ലെ മ്യൂസിക് ചെയ്തതെന്ന് പറയുന്നതിൽ. ഇന്ന് എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ എനിവേ ഇന്ത്യ ഒട്ടാകെ അറിഞ്ഞു. ഈ ഇപ്പൊ വേറൊരു വിവാദമുണ്ട്. ജനഗണനയിലെ ഒരു സീൻ വരുന്നുണ്ട്, ഇപ്പം പുറത്ത് വരുന്നുണ്ട് അല്ലേ, യൂട്യൂബിലൊക്കെ അടിക്കുന്നുണ്ട്. ഏത് കോടതിയിലുള്ള സംഭവം. ചില ആളുകൾ അത് സിനിമയിലില്ല എന്ന് പറയുന്നു, അത് സിനിമയിൽ നിന്ന് ഒഴിവാക്കി വിഷമുണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ സംഭവമുണ്ടോ? അല്ല, ഇപ്പം നമ്മളിപ്പോൾ ഒരു സിനിമ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു 3 മണിക്കൂറുള്ള സിനിമയാണ് തിയേറ്ററിലേക്ക് വന്നതെങ്കിൽ അതിൻ്റെ ഒരു എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു വേർഷൻ 3.5 മണിക്കൂറുണ്ടാവും, അല്ലെങ്കിൽ 4 മണിക്കൂറുണ്ടാവും. അതിൽ നിന്ന് ഡ്രിം ചെയ്ത് കട്ട് ചെയ്ത് ഇതാണ് നമ്മുടെ സിനിമ എന്ന് പറയും. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ യൂസ് ചെയ്യാത്ത സീനുകളൊക്കെ ആയിട്ട് ചിലപ്പോൾ നമ്മൾ ഇറക്കി വിടാറുണ്ട്. മനസ്സിലായോ? അപ്പം അങ്ങനെയുള്ള സീനുകളൊക്കെ ഇപ്പൊ കാണും, എല്ലാ സിനിമകൾക്കും കാണുമല്ലോ. അല്ല, ഈ സീൻ അങ്ങനെയാണോ? ഈ സീൻ സിനിമയിൽ ഏത് കോടതിയിൽ ഇതാരും തന്തയുടെ വകയല്ല? അല്ല, അത് സിനിമയിലുണ്ടല്ലോ. സിനിമയല്ല, പിന്നെ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ പറയുന്നത്? അതറിയില്ല, ഞാൻ അത് കണ്ടില്ല. അത് ഓൾറെഡി സിനിമയിലുള്ളതാണ്, സിനിമയിലുള്ള സീനാണത്. സിനിമയിലുള്ള സീൻ തന്നെയാണ്. സമൂഹ മാധ്യമങ്ങളിൽ ജനഗണനയുടെ ഈ കട്ടുകളാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, പക്ഷെ അത് സിനിമയുടെ ഒരു സീനാണത്. കോടതിയിൽ പൃഥ്വി വാദിക്കുന്ന ഒരു സീനിന്റെ ഇടയിലുള്ള ഒരു ക്ലിപ്പാണത്. ജനാധിപത്യ രാജ്യത്തിൽ നിന്ന് ആ ഒരു അത് കോടതിയിലുള്ള സീൻ തന്നെയാണ്, സിനിമയിലുള്ള സീൻ തന്നെയാണ്. എന്തായാലും എനിവേ പൃഥ്വിരാജ് എന്നൊരു ഡയറക്ടർ ഈ പറഞ്ഞ ലോകമെമ്പാടും അറിയപ്പെടുക. ഇനി ഏത് സിനിമ ഒന്ന് ഡയറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കാണിച്ചോ, ഞാൻ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ധൈര്യം വേണ്ടി എന്നെ ഏൽപ്പിക്കാമെന്ന് പറയാൻ പറ്റുന്ന എനിക്ക് വളർന്നു. പൃഥ്വിരാജ് കോസ്റ്റ്ലി ഡയറക്ടറാണ്. ഇപ്പോൾ ഞാനിപ്പോൾ അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ ക്ലോസ് ആണ്. അപ്പോൾ അതുകൊണ്ടിട്ടൊരു പടം പൃഥ്വി ചെയ്യാന്ന് പറഞ്ഞാൽ പോലും ഞാൻ 3 വട്ടം ആലോചിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൃഥ്വി ചെയ്യുമ്പോൾ അമ്മാതിരി വലുപ്പത്തിലേ ഉള്ളൂ അദ്ദേഹം ചെയ്യുള്ളൂ. പറഞ്ഞു മനസ്സിലായോ? നമ്മളവിടെ പൃഥ്വിനോട് വന്നിട്ട് ഇത് പിടിച്ച് ചെയ്യുക അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ പൃഥ്വി നിൽക്കത്തില്ല. കാരണം പുള്ളിയുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിട്ടിരിക്കുകയല്ലേ. അപ്പം അങ്ങനെയുള്ള ഒരാൾ നമ്മുടെ ഒരു ഫ്രണ്ടാണ് എന്ന് പറയുന്നതിൽ നമുക്ക് വളരെയധികം സന്തോഷമാണുള്ളത്. അപ്പം ഇപ്പം രാജമൗലി ഈസ് മൈ ക്ലോസ് ഫ്രണ്ട് എന്ന് പറയുന്നതിൽ നമുക്കൊരു അഭിമാനമല്ലേ. കാരണം ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 ഡയറക്ടർ എന്ന് പറയുന്ന പോലെ പൃഥ്വി നാളൊരു വലിയ ഡയറക്ടർ, ഒരു ആക്ടറാണ്, പ്രൊഡ്യൂസറാണ്, ഡയറക്ടറാണ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ സൗഹൃദം ഉള്ളിടത്തോളം കാലം ഞാനതിൽ സന്തോഷവാനാണ്. നമുക്ക് അഭിമാനമല്ലേ നമ്മുടെയൊക്കെ ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിലും മറ്റുള്ളവരുടെയൊക്കെ അടുത്താണെങ്കിലും ഹീസ് മൈ ഫ്രണ്ട് എന്ന് പറയുന്നതിൽ എപ്പോഴും എനിക്ക് സന്തോഷമുള്ളൂ, എനിക്ക് അഭിമാനമേ ഉള്ളൂ. സുപ്രിയ വിളിച്ചിരുന്നോ? തീർച്ചയായിട്ടും. സുപ്രിയ എന്താണ് പറയുന്നത്? അല്ല, അതാണല്ലോ ഞാൻ പറഞ്ഞത്. സുപ്രിയ എന്താണ് പറഞ്ഞത്? അല്ല, അങ്ങനെയല്ല, ഒരാളൊരു വർക്ക് ചെയ്ത് വെച്ചിട്ട് എന്താണ് ആൾക്കാരൊക്കെ ഇങ്ങനെ ഇത് ചെയ്യുന്നതെന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു മനസ്സിലാവും. ഒരാളൊരു ക്രിയേറ്റീവ് സൈഡിലാണല്ലോ വർക്ക് ചെയ്യുന്നത്, പറഞ്ഞു മനസ്സിലാവും. അപ്പോൾ അതൊരു സിനിമ വേറെ രീതിയിൽ നല്ല സിനിമയായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിട്ട് ഇവന് ഇരിക്കുമ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നു, അങ്ങനെ സംഭവിക്കുന്നു, ഇങ്ങനെ ഒരാളിലേക്ക് അത് വന്ന് ഭവിക്കുന്നു എന്നൊക്കെ ഒരു സാധനം എൻ്റെ കപ്പിത്താനിലേക്ക് മാത്രമായിട്ട് ഇത് വന്ന് ഭവിക്കുമ്പോൾ ഒക്കെ കേൾക്കുമ്പോൾ ഒരമ്മയ്ക്ക് ഒരു വിഷമം തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഭാര്യയ്ക്കും വിഷമം തോന്നൂല്ലോ. മനസ്സിലായി? അതും ഷെയർ ചെയ്തു, സ്വാഭാവിക. അതും ഷെയർ ചെയ്തിരുന്നു. തീർച്ചയായിട്ടും അല്ലേ. ഇനി ഇത്തരം കഥകളൊക്കെ എടുക്കുമ്പോൾ ഒന്ന് ആലോചിക്കും. സിനിമയല്ലേ, സിനിമകൾ ഇങ്ങനെ കഥകൾ ഇങ്ങനെ തീരുന്നില്ലല്ലോ, നെവർ എൻഡിങ് സ്റ്റോറീസ് അല്ലേ, ഇങ്ങനെ കഥകൾ ഇങ്ങനെ വന്നുകൊണ്ടിട്ടേ ഇരിക്കും. നമുക്ക് ആപ്റ്റായിട്ടുള്ളത് നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ കുറേ ഷർട്ട് ഇരിക്കുവാണ്. അപ്പോൾ അലി ഇന്ന് കറുപ്പ് ഷർട്ടാണ് ഇട്ടേക്കുന്നത്. അലിക്ക് ഇന്നങ്ങ് ഇട്ടേക്കാൻ തോന്നി, അതെടുത്തല്ലേ.
അല്ലെങ്കിൽ ഇന്നിത് അങ്ങനെയല്ലല്ലോ നമ്മൾ അത് എന്ന് പറഞ്ഞല്ലോ, കഥകൾ ഇങ്ങനെ വന്നുകൊണ്ടിട്ടേ ഇരിക്കും, കളറുകൾ പോലെ തന്നെയാണ്, സ്റ്റോറി നെവർ എൻഡ്സ്. ഇനിയിപ്പോൾ പുതിയ സിനിമ ഇന്നലെ പൂജ നടന്നു, സിനിമ പ്രിൻസ് ഇറങ്ങായിരിക്കുന്നു അല്ലേ? ഇനി പ്രിൻസ് ഉണ്ട്, ചാക്കോച്ചനുമായിട്ടുള്ള സിനിമ ഇറങ്ങാൻ ഒരു ദുരൂഹ സാഹചര്യത്തിലുണ്ട്, അവറാച്ചൻ ആൻഡ് സൺസ് ഉണ്ട്. എത്ര സിനിമ ഉണ്ട് ഇനിയിപ്പോൾ ഇറങ്ങാൻ? അല്ല, 4 സിനിമകളുണ്ട്. 4 സിനിമ ഉണ്ട്. അങ്ങനെ ഓടിക്കണ്ടില്ല. അങ്ങനെയല്ല, നമ്മൾ റിസ്ക് എടുക്കുന്നത് കൊണ്ടിട്ട്. അപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ സിനിമയുടെ നിർമ്മാണങ്ങൾ കുറഞ്ഞുകൊണ്ടിട്ട് നിൽക്കുമ്പോൾ ഞാനെന്ന വ്യക്തി പേഴ്സണൽ റിസ്ക് എടുക്കുന്നത് കൊണ്ടിട്ട് മാത്രമാണ് ഇത്രയും സിനിമകൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്, ഇത്രയും പേർക്ക് ജോലി കിട്ടുന്നത്. അല്ലെ എന്നെ പോലെയുള്ള പ്രൊഡ്യൂസേഴ്സൊക്കെ ഇപ്പോൾ വളരെ അധികം റിസ്ക് എടുക്കുന്നത് കൊണ്ടിട്ട് മാത്രമാണ് ഇപ്പോൾ ഈ സിനിമാ വ്യവസായം തന്നെ ഇപ്പോൾ ഇങ്ങനെ സ്മൂത്തായിട്ട് പൊയ്ക്കൊണ്ടിട്ടിരിക്കുന്നത്. അതെ അതെ. സോ സിനിമയാണ് നമ്മുടെ ഒരു പാഷൻ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.